ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ വളരെ അൺകംഫർട്ടബിൾ ആവുകയും അവർ വളരെ ടാൻട്രംസ് ഒക്കെ കാണിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വേദന വന്നതിന് ശേഷം ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുകയും അപ്പോൾ ഇഞ്ചക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വന്നാൽ അതിൻ്റെ പെയിൻഫുൾ എക്സ്പീരിയൻസ് എല്ലാം അവർക്ക് വളരെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് മനസ്സിൽ കിടക്കുകയും അത് ഇൻ ഫ്യൂച്ചർ ആ ഏജിൽ മാത്രമല്ല അവരുടെ ലേറ്റർ ഏജിലും അത്യാവശ്യമുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് പോലും അവർ ഡിലേ ചെയ്യുകയോ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങളിലേക്ക് നയിക്കും. അതെല്ലാം ടോട്ടലി അവരുടെ ഓവറോൾ ഡെൻ്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ ഏർലി ആൻഡ് ടൈംലി ഡെൻ്റൽ കൺസൾട്ടേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനീ പറഞ്ഞത് എത്ര പേരൻസ് സീരിയസ് ആയിട്ട് എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് കൃത്യസമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഡെൻ്റൽ ചെക്കപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവർ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഡിസ്കംഫർട്ട് അവർക്ക് ഒരുപാട് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും കുഞ്ഞുങ്ങൾക്ക് വളരെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഡെൻ്റൽ പ്രൊസീജിയേഴ്സിലേക്ക് പോകാതെ നമുക്കത് ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പാരൻസ് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാതിരിക്കട്ടെ. ബി എ റെസ്പോൺസിബിൾ പാരൻറ്റ്. താങ്ക് യു.